പത്തനംതിട്ടയിൽ ക്ഷേത്രവളപ്പിൽ RSS ശാഖ കൊടുന്തുറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് സംഭവം. കോടതി വിലക്ക് ലംഘിച്ച ശാഖ നടത്തിയെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. സുജു ടി ബാബു വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സുജു, ഇതിൽ ഏറ്റവും പ്രധാനം കോടതിയുടെ തന്നെ ഉത്തരവ് ഈ വിഷയത്തിൽ നിലവിലുണ്ട് എന്നുള്ളതാണ്. അത് ലംഘിച്ച് അത് മറികടന്ന് ക്ഷേത്രവളപ്പിൽ ശാഖ നടത്തുകയായിരുന്നോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരാതിയാണ് അസിത ഇപ്പോൾ ഉയർന്നിരിക്കുന്ന RSSന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം തുടർച്ച സൃഷ്ടിക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ എന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ അല്ലെങ്കിൽ ക്ഷേത്ര വളപ്പിൽ RSSന്റെ ശാഖ നടക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ശാഖ നടത്തുന്നതിനായ ദൃശ്യങ്ങളെന്ന് കാണാൻ സാധിക്കുന്നു. ഈ വിഷയത്തിൽ പൊതുപ്രവർത്തകർ ഇടപെടുകയും പിന്നീട് പോലീസ് എത്തിയാണ് ഈ ശാഖയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ RSS പ്രവർത്തകരെ വിളിപ്പിച്ചിട്ടുണ്ട് പോലീസ്. ഇത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി അല്ലെങ്കിൽ നടപടിയിലേക്ക് കടക്കാൻ വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രമാണ്, അതിൽ കീഴിൽ വരുന്ന ക്ഷേത്രമാണ് ഈ കൊടുന്തുറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. തീർച്ചയായിട്ടും ഇത്തരം ക്ഷേത്രങ്ങളിലൊന്നും തന്നെ ശാഖ നടത്തുവാനോ രാഷ്ട്രീയ പ്രചരണം നടത്തുവാനോ അനുവാദമില്ല. സമീപത്തെ ക്ഷേത്രമായിരിക്കുന്ന ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ ഉത്സവത്തിന്റെ സമയത്ത് RSSന്റെ പതാക ഉയർത്തിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുകയും അവിടുത്തെ ഈ ക്ഷേത്രം നടത്തുവാൻ ബന്ധപ്പെട്ട ചില സമിതികളെ അല്ലെങ്കിൽ ക്ഷേത്ര ഉപദേശക സമിതിയെ പിരിച്ചുവിടുകയും പിന്നീട് ദേവസ്വം ബോർഡ് ഇടപെട്ട് നേരിട്ടാണ് പിന്നീട് ഉത്സവം നടത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ ഇതിപ്പോ തുടർച്ചയായ തരത്തിൽ ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുന്നു എന്നാണ് പൊതുവിൽ ഉയർന്ന വിമർശനം. എന്തായാലും ഈ ശാഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വലിയ വിമർശനവും ഉയരുന്നുണ്ട് പൊതുസമൂഹത്തിൽ തന്നെ. എന്തായാലും ഇന്ന് ഇക്കാര്യത്തിൽ പൊതുപ്രവർത്തകർ ഇടപെട്ട് പരാതി നൽകിയെ തുടർന്ന് പോലീസ് എത്തി ഈ ശാഖ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന്റെ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിൽ ശാഖ നടത്താൻ അനുവാദമില്ല. അത് കോടതി ഉത്തരവിന്റെ നഗ്നമായ ലംഘനം എന്നാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ട ആളുകൾ ചൂണ്ടിക്കാട്ടുന്നതും അസിത. ശരി, സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ക്ഷേത്രവളപ്പിലാണ് RSSന്റെ ശാഖാ പ്രവർത്തനം.